24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഡോക്ടർ CA ജോസൂട്ടി ഇവിടെ ഇപ്പോൾ കയറ്റി പറയുന്നു, അവിടുത്തെ നേതാക്കന്മാർ വന്ന് പറയുകയല്ലേ, അതുകൊണ്ട് അത് വിശ്വസിക്കുകയല്ലേ വേണ്ടത് എന്ന്. പാർട്ടികൾക്കും പിഴവ് പറ്റിയിട്ടുണ്ട്, ഈ എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസികൾക്ക് മാത്രമല്ല. ആ ഒരു മാർജിൻ ഓഫ് എറർ കൊടുക്കുന്നേയില്ല ഈ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ. പിന്നെ കൂടാതെ ഈ കർണാടകയുമായി ബന്ധപ്പെട്ടും തെലങ്കാനയുമായി ബന്ധപ്പെട്ടും വിവിധ എക്സിറ്റ് പോൾ ഏജൻസികൾ പറഞ്ഞ അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, അത് BJPക്ക് നൽകാൻ പോകുന്ന ഗുണഫലം, അത് അങ്ങേക്ക് സ്വീകാര്യമായൊരു നിരീക്ഷണമായി വിലയിരുത്തലായി തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അവലോകനങ്ങൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും ഉള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായും അവരുടെ പക്ഷം പറയുന്നതിൻ്റെ ഭാഗമായും വിലയിരുത്തലുകൾ നടത്തും. അത് ചിലപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നാണെങ്കിൽ കൂടി രാഷ്ട്രീയമായിട്ട് അത് തുറന്നു പറയുകയൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായും അവർ ജയിക്കുമോ തോൽക്കുമോ എന്നതിനൊക്കെ അപ്പുറത്ത് അതൊരു രാഷ്ട്രീയമായ ഒരു നിലപാടാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കർണാടകയിലെ സംഭവ വികാസങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം തന്നെ BJP വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. എന്നാൽ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊരു വലിയ മൃഗീയമായ ഭൂരിപക്ഷം അവിടെ കിട്ടുമെന്നുള്ള വിലയിരുത്തലുകൾ കാണുന്നില്ല. ഏതാനും ചില സീറ്റുകളിൽ കോൺഗ്രസ് അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട്. തെലങ്കാനയിലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ജോസൂട്ടി ഒരു പോൾ ഏജൻസി പോലും കോൺഗ്രസ് 2 അക്കം കടക്കും എന്ന് പറയുന്നില്ല. എല്ലാവർക്കും പിഴവ് പറ്റുമോ? അങ്ങനെ പറ്റുവാനുള്ള സാധ്യത കുറവാണെന്നാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന സർവേകൾ നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയുവാൻ കഴിയുന്നത്. കാരണം ഈ എക്സിറ്റ് പോളുകളെല്ലാം ഒരു പൊതു ട്രെൻഡ് പറയുന്നത് BJPക്കുള്ളൊരു മുൻതൂക്കമാണ്. അപ്പം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എല്ലാവർക്കും ഒരുപോലെ പിഴവ് പറ്റുക സാധ്യമല്ല. മാത്രവുമല്ല ഭൂരിപക്ഷ എക്സിറ്റ് പോൾ സർവേകളും യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. ചിലതൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ മൊത്തത്തിലൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ കർണാടകയിലെ BJPക്ക് മുൻതൂക്കം വരുവാനാണ് സാധ്യത ഈ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറയുന്ന ഹാസനിലെ സംഭവം അതിനുശേഷം തന്നെ തെലങ്കാനയിലും ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നല്ലേ സ്വാഭാവികമായും എല്ലാവരും കരുതുക? അങ്ങനെ കരുതുക എളുപ്പമല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഞാൻ കാണുന്നത് ഇപ്പം മറ്റ് പല വിഷയങ്ങളെക്കാൾ ഉപരിയായി മോദിയിൽ ഊന്നിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ വലിയ കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ടെങ്കിലും, വിലക്കയറ്റമുണ്ടെങ്കിലും, മറ്റ് നിരവധിയായ ദൈനംദിന പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് ഈ നേതൃത്വത്തിന് ഈ കാരിസ്മാറ്റിക് ലീഡറിനെ അംഗീകരിക്കുന്ന ഡോക്ടർ ജോസൂട്ടി ഇപ്പോൾ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞ് വേർതിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തെ ഈ പ്രശാന്ത് കിഷോറൊക്കെ ചെയ്യുന്ന പോലെ വിഭജിച്ചാൽ അങ്ങീ പറയുന്നത് പോലെ വടക്ക് കിഴക്കൻ മേഖലയിൽ മോദി അങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശക്തനായി നിൽക്കണം. അപ്പോൾ അവിടെ അങ്ങനെ കാണുന്നില്ല, അവിടെ സീറ്റ് കുറയാമെന്നാണ് കാണുന്നത്. അത് തെക്ക് കിഴക്കൻ മേഖലയിലൂടെ പരിഹരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ 2024 ആകുമ്പോൾ തെക്ക് കിഴക്കൻ ഇന്ത്യയിലാണോ മോദി പ്രഭാവമുള്ളത്, വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ മോദി പ്രഭാവം കുറയുമോ? അങ്ങനെ ഒരു ഇരട്ട വ്യക്തിത്വമാണോ മോദിയിലൂടെ കണ്ടതപ്പോൾ? അത് കുറച്ച് വിശ്വാസയോഗ്യമല്ല എന്ന് തോന്നുന്നു. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ മോദി പ്രഭാവം ഇപ്പോഴുമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ തവണത്തെ പോലെ അത്ര ശക്തമല്ല എന്നുള്ളതാണ് പല എക്സിറ്റ് പോളുകളിലും അതിനു മുമ്പ് നടന്ന പോളുകളിലും കാണുന്നത്. കാരണം ആദ്യ റൗണ്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മോദി പ്രഭാവത്തിന് മങ്ങലേൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്ന മറ്റൊരു വ്യക്തിപ്രഭാവമോ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയമോ കടന്നു വന്നതായും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നില്ല. അതേസമയം നമ്മൾ ഈ പറയുന്ന തെക്കൻ ഇന്ത്യയിൽ മോദി പ്രഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മറ്റുള്ളവരെ മറികടക്കാൻ കഴിയുന്ന ഒരു മോദി പ്രഭാവം ഇല്ല. ചില സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പോൾ കർണാടകയിൽ വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി പ്രഭാവത്തിന് അവിടെ ഒരു വോട്ടുണ്ട്.
അത് പ്രതിപക്ഷ അല്ല, അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിലേക്കായിട്ട് കുറയ്ക്കേണ്ട. കർണാടകത്തിലുണ്ട്, തെലങ്കാനയിലുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയെ പോലെ കൃത്യമായി ഇത് നിർവചിച്ച ചരിത്രമുള്ള ഒരു ഏജൻസി പറയുന്നത് 27% കേരളത്തിൽ BJPയുടെ വോട്ട് ഷെയർ വരും, 25% അവർ CPM പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി അതവിടെ നിൽക്കട്ടെ. കർണാടകയിൽ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഏജൻസികളെല്ലാം പറയുന്നത് സീറ്റ് അധികം കിട്ടണമെന്നില്ല, പക്ഷെ വോട്ട് ഷെയർ കൂടുമെന്നാണ്. ഒഡീഷയിൽ അങ്ങനെയല്ല, സീറ്റ് തന്നെ കൂടി വേണമെങ്കിൽ BJDയേക്കാൾ ബിജു ജനതാദളിനേക്കാൾ മുന്നിലേക്ക് വരാം. അതുപോലെ തന്നെ ബംഗാളിൽ മുന്നേറ്റം. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ആന്ധ്രയിൽ മുന്നേറ്റം എന്ന് പറയുമ്പോൾ കിഴക്ക് ഒഡീസ, അതുപോലെ തന്നെ ബംഗാള്, ഈ തെക്ക് ഈ പറയുന്ന കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക, ഇങ്ങനെയാണ് ഈ മോദി പ്രഭാവം നിൽക്കുന്നതായി പറയുന്നത്. അത് അങ്ങനെ സർവേയിൽ വന്നിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം കേരളത്തിൻ്റെ ഒരു ചിത്രത്തിൽ 27% BJPക്ക് കിട്ടുന്നു എന്ന് പറയുന്ന സർവേക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഒറീസയിലാണെങ്കിലും പശ്ചിമ ബംഗാളിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഈ ഒരു വലിയ പ്രഭാവം ഇല്ലാത്തത് കൊണ്ടാണ് BJPക്ക് ഒരു അപ്പർ ഹാൻഡ് വരാൻ സാധ്യതയുള്ളത്. കർണാടകയിലും സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു പക്ഷേ തെലങ്കാനയിലും വന്നാലും അതൊരു സൗത്ത് ഇന്ത്യൻ ഫിനോമിനായി നമുക്ക് പറയില്ല. ആന്ധ്രയിൽ തെലുങ്ക് ദേശത്തോടൊപ്പം ചെന്ന് കുറച്ച് സീറ്റുകൾ കിട്ടാം, പക്ഷേ അതൊരു മോദി പ്രഭാവത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എല്ലാ സർവേകളും ഒരുപോലെ അങ്ങനെ പറയുന്നില്ല. പല സർവേകളും കേരളത്തിൽ BJPയുടെ വോട്ട് ശതമാനം 20-ന് മുകളിൽ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സർവേകളുമുണ്ട്. അപ്പം ഇതെല്ലാം ഒരു പൊതു ട്രെൻഡിനെ കാണിക്കുന്നുവെങ്കിലും അവർ പറയുന്ന ശതമാനക്കണക്ക് പ്രകാരം കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.